ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകവ്യവഹാരങ്ങളിൽ ഇടപെടുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ രാഗദ്വേഷാദികൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മനസ്സിലെ മാലിന്യങ്ങൾ, ഇഷ്ടം, അനിഷ്ടം, വേണ്ടത്, വേണ്ടാത്തത്, തെറ്റ്, ശരി, പ്രതികാരം, ക്രോധം മുതലായ ചിന്തകളൊക്കെയാണ് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ. ഈ മാലിന്യങ്ങൾ നമുക്ക് വന്നു നിറയാൻ കാരണം വ്യവഹാരങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ വ്യവഹാരങ്ങൾ ഇടപെടുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ആ സർവേശ്വരൻ്റെ ലീലാവിലാസങ്ങളാണ് എല്ലാം എന്ന ബോധത്തോടു കൂടിയാണ് ഇടപെടുന്നതെങ്കിൽ നമുക്ക് രാഗദ്വേഷാദികളും കാമക്രോധാദികളും ഉണ്ടാകുന്നില്ല. അതിനാൽ നാം എപ്പോഴും പ്രപഞ്ച വസ്തുക്കളിലെല്ലാം അന്തർലീനമായിരിക്കുന്നത് ആ പരമസത്യമാണെന്ന ബോധം മറക്കാതെ വേണം ഇവിടെ ഇടപെടാൻ. എന്നാൽ നമ്മുടെ മനസ്സെപ്പോഴും സംശുദ്ധമായിരിക്കും, പരമശാന്തിയായിരിക്കും നമ്മുടെ സ്വഭാവവും. അതിനാൽ പ്രപഞ്ച വ്യവഹാരത്താലുള്ളം മലിനമാവുക, സംശുദ്ധമാക്കൂ ഭഗവൽ കീർത്തന ശ്രവണാദിയാൽ. ഈ ലോകവ്യവഹാരങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കലുഷമാവുകയാണെങ്കിൽ, രാഗദ്വേഷാദികളെ കൊണ്ട് ഇളകി മറിയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സംശുദ്ധമാക്കൂ, ആ മനസ്സിനെ ശാന്തമാക്കൂ. ശുദ്ധമാക്കൂ എന്നാൽ ശാന്തമാക്കൂ. എങ്ങനെ? ഭഗവൽ കീർത്തന ശ്രവണങ്ങളാൽ. ഈശ്വര കഥകൾ കേൾക്കുക, അതുപോലെ ഈശ്വരനെ കീർത്തിക്കുക, നമ്മൾ കേട്ട കാര്യങ്ങൾ പറയുക മുതലായവ, ശ്രവണം, കീർത്തനം, സ്മരണം മുതലായ പ്രക്രിയകൾ നാം ചെയ്തു കഴിയുമ്പോൾ മനസ്സ് പരമശാന്തമായിത്തീരും. ആ പ്രക്ഷുബ്ധമായ മനസ്സിനെ ശാന്തമാക്കാൻ ഇതാണ് ഏക പോംവഴി. പലരും എന്ത് ചെയ്യും? മനസ്സിൽ ആ അസ്വസ്ഥത വന്നു നിറഞ്ഞാൽ ആ മനസ്സിനെ ശാന്തമാക്കാൻ, അല്ലെങ്കിൽ അസ്വസ്ഥതകളിൽ നിന്ന് വിട്ടുമാറാൻ, അസ്വസ്ഥതകളെ ഇല്ലാതെയാക്കാൻ വേഗം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കും. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പ്രക്ഷുബ്ധമായിരിക്കുന്ന മനസ്സ് നിർവീര്യമാകുന്നു. അതിൻ്റെ ആ പ്രക്ഷുബ്ധത കുറയുന്നു. അത് കുറയുമ്പോൾ നമുക്കൊരു സുഖം തോന്നുന്നു. മാത്രമല്ല ഇതിനെയെല്ലാം ബുദ്ധി മറപ്പിക്കുകയും ചെയ്യുന്നു. ബോധമണ്ഡലത്തിൽ ആ പ്രക്ഷുബ്ധത മറന്നുപോകുന്നു. അപ്പോൾ പരമമായ സുഖം. മറക്കാൻ കാരണമെന്താ? ഇവയെയെല്ലാം ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ബോധകേന്ദ്രം മയക്കത്തിലാവുകയാണ് ലഹരി കൊണ്ട്. മദ്യം മുതലായ ലഹരി വസ്തുക്കളെ കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ബോധ കേന്ദ്രങ്ങളെല്ലാം മരവിച്ചു പോവുകയാണ്. അപ്പോൾ കൃത്രിമമായ സുഖമാണ് എന്ന് തെറ്റിദ്ധരിച്ച് വീണ്ടും വീണ്ടും സേവിക്കാൻ ഇടവരുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ ലഹരിക്ക് അടിമപ്പെട്ടാൽ പിന്നെ അത് കിട്ടാതിരുന്നാൽ അവർക്ക് അസഹ്യത വർദ്ധിക്കുന്നു. ലഹരിക്കടിമയായാൽ നമ്മുടെ ശരീരത്തിൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥകളും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം താറുമാറാക്കാൻ അതിന് സാധിക്കും. ഇത് കഴിക്കുമ്പോൾ കിട്ടിയ അല്പമായ ഒരു സുഖം പിന്നീട് ലഹരി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സുഖം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന സുഖം പോലും നഷ്ടമാകുന്നു. കൂടുതൽ മനസ്സ് ദുർബലമാവുകയും ദുഃഖത്തിന് അടിമയാവുകയും ചെയ്യുന്നു. പിന്നെ ലഹരിക്കും അടിമയായിത്തീരുന്നു. അതോടെ ജീവിതം വ്യർത്ഥമായിത്തീരുന്നു. ജീവിതം നാശോന്മുഖമായിത്തീരുന്നു. ഈ അവസ്ഥകൾക്കെല്ലാം കാരണം വിവേകമില്ലാത്തത് കൊണ്ടാണ്, ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്.
പരമമായ സുഖം നമുക്ക് ആത്മാവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരിക്കലും ലഹരിയിൽ നിന്ന് ശാശ്വതമായ സുഖം നമുക്ക് ലഭിക്കുകയില്ല. ക്ഷണീയമായി സുഖം എന്ന് തോന്നുന്നവ ഈ ദുഃഖത്തെ മറക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് മറന്നുപോയാലും പിന്നീടത് ഇരട്ടി ശക്തിയിൽ തല ഉയർത്തി എഴുന്നേൽക്കുകയും നമ്മെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം മോചനം നേടാൻ നാം ധാർമ്മികമായ ബോധം നമ്മളിൽ വളർത്തി ഈ ലഹരിയിൽ നിന്നും വിമുക്തമായാൽ മാത്രമേ നമുക്ക് ശാശ്വതമായ സമാധാനത്തിൻ്റെ വഴിക്ക് നീങ്ങാൻ തന്നെ സാധിക്കുകയുള്ളൂ. പ്രപഞ്ച വ്യവഹാരത്താലുള്ളം മലിനമാവുകിൽ സംശുദ്ധമാക്കൂ ഭഗവൽ കീർത്തന ശ്രവണാദിയാൽ.